ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളിപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ ചോദിക്കാറുണ്ട്. എനിക്കത് തരുമോ, നീ അവിടെ പോകുമോ, ഈ വണ്ടി ഒന്ന് നീക്കിടുമോ, അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിക്കുമോ, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഒരാളോട് ചോദിക്കാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ക്യാൻ. അപ്പോൾ ക്യാൻ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ ചോദിക്കാം എന്നാണ്. ഈ ക്യാൻ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ തന്നെ നമുക്ക് ഒട്ടും യൂസ് ചെയ്യാം കേട്ടോ. പല തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ മാത്രമാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്യാനിന്റെ ഒരുപാട് യൂസസ് ഉണ്ട്, പക്ഷെ അതൊന്നുമല്ല, ഡെയിലി നമുക്ക് എങ്ങനെയെല്ലാം ക്യാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ വീഡിയോ ആണ്, എന്നാലോ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇപ്പോ ഫസ്റ്റ് സെന്റൻസ് പറയാണ്, എനിക്ക് കുറച്ച് പണം തരുമോ. അല്ലേ, നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളത് എനിക്ക് കുറച്ച് പണം തരുമോ. നമ്മൾ ഒരാളോട് ചോദിക്കാറുണ്ടല്ലോ ഇങ്ങനെ, ക്യാൻ യു ഗിവ് മീ സം മണി, ക്യാൻ യു ഗിവ് മീ സം മണി, എനിക്ക് കുറച്ച് പണം തരുമോ. ഇനി അതേ സ്ഥാനത്ത് എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്നാണെങ്കിൽ വളരെ സിമ്പിളായി പറയാം, ക്യാൻ യു ഗിവ് മീ സം വാട്ടർ, ക്യാൻ യു ഗിവ് മീ സം വാട്ടർ. അല്ലേ, സിമ്പിൾ ആണല്ലോ. ഇനി നമ്മൾ ഒരാളോട് പറയാണ്, നീ അവളെ ഒന്ന് വിളിക്കുമോ. അല്ലേ, നമ്മുടെ കയ്യിൽ ഫോണില്ല, അപ്പൊ നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നീ അവളെ ഒന്ന് വിളിക്കുമോ. ക്യാൻ യു കോൾ ഹർ, ക്യാൻ യു കോൾ ഹർ. അല്ലേ, നീ അവളെ ഒന്ന് വിളിക്കുമോ എന്നാണ്. സോ ക്യാൻ യു കോൾ ഹർ. ഇനി പറയാണ്, ഇതൊന്ന് അവൾക്ക് കൊടുക്കുമോ. എന്തോ ഒരു സാധനം, ഇതൊന്ന് അവൾക്ക് കൊടുക്കുമോ. നമ്മൾ ഒരാളെ ഏൽപ്പിക്കുകയാണ്, എങ്ങനെ പറയാ, ക്യാൻ യു ഗിവ് ദിസ് ടു ഹർ, നീ ഇത് അവൾക്കൊന്ന് കൊടുക്കുമോ. നെക്സ്റ്റ് നമ്മൾ ചോദിക്കുകയാണ്, ആ ബൈക്ക് ഒന്ന് മാറ്റുമോ. അല്ലേ, നമ്മളെ വണ്ടി അവിടെ നിർത്തിയിടണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയാണ്, ആ ബൈക്ക് ഒന്ന് മാറ്റുമോ. ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാറുള്ളതാണല്ലോ. എങ്ങനെ ചോദിക്കുക, ക്യാൻ യു, മാറ്റുക മൂവ് ആണ്, അപ്പം ക്യാൻ യു മൂവ് ദാറ്റ് ബൈക്ക്, ക്യാൻ യു മൂവ് ദാറ്റ് ബൈക്ക്. ഇതൊന്ന് പൊളൈറ്റ് ആയിട്ടൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യാൻ യു പ്ലീസ് മൂവ് ദാറ്റ് ബൈക്ക്, ഇങ്ങനെ ചോദിക്കാം. കുഡ് യു പ്ലീസ് മൂവ് ദാറ്റ് ബൈക്ക്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചോദിക്കാം. ഇവിടെ നമ്മൾ ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത്. ക്യാൻ്റെ സ്ഥാനത്ത് കുഡ് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. അവിടെ ഒരു പ്ലീസ് ഒക്കെ ആഡ് ചെയ്യാം. ഇതും നമുക്ക് പൊളൈറ്റ്നെസ് കൂട്ടാനുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ക്യാൻ യു മൂവ് ദാറ്റ് ബൈക്ക്, ആ ബൈക്ക് ഒന്ന് മാറ്റുമോ. ഇനി നമ്മൾ ബാഗ് നമ്മളെ വണ്ടിയിൽ വെക്കാൻ സ്ഥലമല്ല, അല്ലെങ്കിൽ നമുക്ക് പിടിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാണ്, എൻ്റെ ബാഗ് നിന്റെ വണ്ടിയിലൊന്ന് വെക്കുമോ, എൻ്റെ ബാഗ് നിന്റെ വണ്ടിയിലൊന്ന് വെക്കുമോ. നമ്മൾ സഹായം തേടാറുണ്ടല്ലോ. എങ്ങനെ ചോദിക്കുക, ക്യാൻ യു പുട്ട് മൈ ബാഗ് ഇൻ യുവർ വെഹിക്കിൾ, ക്യാൻ യു പുട്ട് മൈ ബാഗ് ഇൻ യുവർ വെഹിക്കിൾ, അല്ലെങ്കിൽ ക്യാൻ യു പുട്ട് മൈ ബാഗ് ഇൻ യുവർ കാർ. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഇനി നമ്മളൊരു സ്ഥലത്ത് പോയി, അവിടെ ഭയങ്കര ക്രൗഡാണ്, കാരണം അവിടെ ഭയങ്കര തിരക്കാണ്. ആ സമയത്ത് നമ്മൾ ഒരാളോട് ചോദിക്കണം, എനിക്കിരിക്കാൻ കുറച്ച് സ്ഥലം തരുമോ, എനിക്കിരിക്കാൻ കുറച്ച് സ്ഥലം തരുമോ. അല്ലേ, ആ വ്യക്തി ഒന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥലം കിട്ടും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കണം, എനിക്കിരിക്കാൻ കുറച്ച് സ്ഥലം തരുമോ. എങ്ങനെ ചോദിക്കുക, ക്യാൻ യു ഗിവ് മീ സം സ്പേസ് ടു സിറ്റ്, ക്യാൻ യു ഗിവ് മീ സം സ്പേസ് ടു സിറ്റ്. അല്ലെ, എനിക്കിരിക്കാൻ കുറച്ച് സ്ഥലം തരുമോ. നെക്സ്റ്റ് നമ്മളൊരു പ്രോഗ്രാമിന്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഇവിടെ പോയിട്ട് അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ പോയിട്ട് ചെയർ വേണമല്ലോ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പറയാണ്, 2 കസേര എടുക്കുമോ. അല്ലെ, ഒരു കസേര എടുത്ത് വരികയാണ്. അപ്പൊ നമ്മൾ പറയാണ്, 2 കസേര എടുക്കുമോ എന്ന് അയാളോടൊന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പൊതുവായിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പൊ 2 കസേര എടുക്കുമോ. എങ്ങനെ ചോദിക്കുക, ക്യാൻ യു ടേക്ക് 2 ചെയേഴ്സ്, ക്യാൻ യു ടേക്ക് 2 ചെയേഴ്സ്, 2 കസേര എടുക്കുമോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, അപ്പൊ അയാളെടുത്ത് കാറുണ്ട് അല്ലെങ്കിൽ ബൈക്ക് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു വണ്ടി ഉണ്ട്, നമുക്ക് എന്തോ സാഹചര്യത്തിൽ നമ്മളെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. സോ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് സമയത്തേക്ക് നിന്റെ വണ്ടി ഒന്ന് തരുമോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയത്തേക്ക് നിന്റെ കാറൊന്ന് തരുമോ, ബൈക്കൊന്ന് തരുമോ. ഇങ്ങനെ എന്തോ ആവട്ടെ ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുക, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണ് കേട്ടോ. അപ്പോ അവരോട് നമ്മൾ തരാൻ കഴിയുമോ എന്നാണല്ലോ ചോദിക്കുന്നത്. ക്യാൻ യു ഗിവ് മീ യുവർ വെഹിക്കിൾ, അല്ലെങ്കിൽ ക്യാൻ യു ഗിവ് മീ യുവർ ബൈക്ക്. ഏത് വാഹനമാണോ നമ്മൾ ചോദിക്കുന്നത് അത് നമുക്ക് ചോദിക്കാം, ക്യാൻ യു ഗിവ് മീ യുവർ കാർ. അല്ലെ, എന്തും ചോദിക്കാം. അപ്പൊ ക്യാൻ യു ഗിവ് മീ യുവർ കാർ ഫോർ എ വൈൽ, ക്യാൻ യു ഗിവ് മീ യുവർ കാർ ഫോർ എ വൈൽ.
ഇനി നിന്റെ വണ്ടി ഒന്ന് തരുമോ എന്നാണെങ്കിൽ ക്യാൻ യു ഗിവ് മീ യുവർ വെഹിക്കിൾ ഫോർ എ വൈൽ, കുറച്ച് സമയത്തേക്ക് നിന്റെ വണ്ടി ഒന്ന് തരുമോ. ഓക്കെ, ഇനി നമ്മൾ ക്യാൻ യൂസ് ചെയ്ത് നെഗറ്റീവില് ചോദിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇന്ന് വരാൻ കഴിയില്ലേ, എനിക്ക് ഇന്ന് വരാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ഈ പറ്റില്ലേ കഴിയില്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്യാൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. എനിക്ക് ഇന്ന് വരാൻ കഴിയില്ലേ, ക്യാൻ യു കം ടുഡേ, എനിക്ക് ഇന്ന് വരാൻ കഴിയില്ലേ, എനിക്ക് ഇന്ന് വരാൻ കഴിയില്ല എന്ന് ആൻസർ നൽകുകയാണെങ്കിൽ ഐ കാൺട്ട് കം ടുഡേ, ഐ കാൺട്ട് കം ടുഡേ, എനിക്ക് ഇന്ന് വരാൻ കഴിയില്ല. നെക്സ്റ്റ് ചോദിക്കുകയാണ്, എനിക്ക് ഇതിനൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലേ, അതായത് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു, അതിനുശേഷം നമ്മൾ ചോദിക്കുകയാണ് എനിക്ക് ഇതിനൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലേ, പറ്റില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. കാൻറ്റ് യു നെഗറ്റീവ് ആയതുകൊണ്ട് കാൻറ്റ് യു മേക്ക് എ ഡിസിഷൻ ഓൺ ദിസ്, കാൻറ്റ് യു മേക്ക് എ ഡിസിഷൻ ഓൺ ദിസ്, എനിക്ക് ഇതിന് തീരുമാനമെടുക്കാൻ കഴിയില്ലേ. ഇതിന് നമുക്ക് ആൻസർ ആയി പറയാം ഐ കാൺട്ട്, എനിക്ക് കഴിയില്ല, മേക്ക് എ ഡിസിഷൻ ഓൺ ദിസ്, എനിക്കിതിനൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇനി കഴിയുമെന്നാണെങ്കിൽ ഐ ക്യാൻ മേക്ക് എ ഡിസിഷൻ ഓൺ ദിസ്. ഇതിന് പല രീതിയിലും പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് നാളെ ഇവിടെ വരാൻ കഴിയുമോ, നിനക്ക് നാളെ ഇവിടെ വരാൻ കഴിയുമോ, അല്ലേ, കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. നാളത്തെ കാര്യമാണ് ഇങ്ങനെ ചോദിക്കുക. ക്യാൻ യു കം ഹിയർ ടുമോറോ, ക്യാൻ യു കം ഹിയർ ടുമോറോ, നിനക്ക് നാളെ ഇവിടെ വരാൻ കഴിയുമോ. ഇവിടെ നമുക്കൊരു ഡൗട്ട് വരും, വില്ല് യൂസ് ചെയ്തൂടെ എന്നുള്ളത്. നമ്മൾ അവരോട് റിക്വസ്റ്റ് ആയി ചോദിക്കുക, നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ലത് ക്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതേ സിറ്റുവേഷനിലൊക്കെ വില്ല് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ക്യാൻ ആണ് യൂസ് ചെയ്യാറ്. നിനക്ക് കഴിയുമോ, നിനക്ക് എന്നെ സഹായിക്കാമോ, നിനക്കത് ചെയ്യാമോ, പറയാമോ എന്ന് നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ക്യാൻ തന്നെയാണ് യൂസ് ചെയ്യാറ്, വില്ല് യൂസ് ചെയ്യാറില്ല. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ, നീ നാളെ മീറ്റിങ്ങിന് വരുമോ, നീ നാളെ ഫംഗ്ഷന് വരുമോ, നീ നാളെ സ്കൂളിൽ വരുമോ, എങ്ങനെ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിലോ, ഇത് നമുക്ക് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് അവരോടുള്ള റിക്വസ്റ്റ് ഒന്നുമല്ല. നിനക്ക് നാളെ വരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മസ്റ്റായിട്ടും ക്യാൻ യൂസ് ചെയ്യാം. പക്ഷേ നീ നാളെ മീറ്റിങ്ങിന് വരുമോ എന്ന് അവരുടെ ഒരു തീരുമാനമാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലെ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം, വില്ല് യൂസ് ചെയ്ത് ചോദിക്കാം. ഇനി ഇത് വേറെ സിറ്റുവേഷനിലാണ്, നിനക്ക് നാളെ മീറ്റിങ്ങിന് വരാൻ കഴിയുമോ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ക്യാൻ യൂസ് ചെയ്ത് ചോദിക്കാം. അപ്പൊ ഈ സെന്റൻസ്, വിൽ യു കം ടു ദ മീറ്റിംഗ് ടുമോറോ, നീ നാളെ മീറ്റിങ്ങിന് വരുമോ, അത് അവരോട് ചോദിക്കുകയാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവരോട് ചോദിക്കുകയാണ്. അപ്പൊ നമുക്കത് വില്ല് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ആ സെന്റൻസ് തന്നെ നിനക്ക് നാളെ മീറ്റിങ്ങിന് വരാൻ കഴിയുമോ, അല്ലെ, അവരോടൊരു റിക്വസ്റ്റിൽ ചോദിക്കുകയാണെങ്കിൽ ക്യാൻ യു കം ടു ദ മീറ്റിംഗ് ടുമോറോ എന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ വില്ലും ക്യാനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വില്ല് നമ്മൾ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ക്യാൻ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ്, ഒരു സഹായം, ഒരു കഴിവിനെ പറയാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് കഴിയുമോ, നീ അത് ചെയ്യുമോ, നീ അവിടെ പോകുമോ, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഇത്. വളരെ സിമ്പിളായി തോന്നും, പക്ഷേ ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കൊച്ചു വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. നെക്സ്റ്റ്, ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകുമോ, അല്ലേ, ഇതും നമ്മൾ ഒരാളോട് പറയാണ്, ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകുമോ, ആ കൊണ്ടുപോകാൻ ആ ആൾക്ക് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ യു ടേക്ക് ദിസ് ദർ, ക്യാൻ യു ടേക്ക് ദിസ് ദർ, ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോവുക എന്നാണ്. സോ ക്യാൻ യു ടേക്ക് ദിസ് ദർ, ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകുമോ. ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, അവിടെ ഒന്ന് വൃത്തിയാക്കുമോ, അവിടെ നിന്ന് വൃത്തിയാക്കാൻ കഴിയുമോ എന്നാണ്. അപ്പൊ അവിടെ നിന്ന് വൃത്തിയാക്കുമോ എങ്ങനെ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആ റൂം ഒന്ന് വൃത്തിയാക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യാൻ യു ക്ലീൻ ദാറ്റ് റൂം, ക്യാൻ യു ക്ലീൻ ദാറ്റ് റൂം. ഇനി അവിടെ എന്നാണെങ്കിൽ ക്യാൻ യു ക്ലീൻ ദാറ്റ് ദർ, അല്ലെങ്കിൽ ക്യാൻ യു ക്ലീൻ ദാറ്റ് റൂം, ആ റൂം ഒന്ന് വൃത്തിയാക്കുമോ. ഇനി നമ്മളൊരു പാക്കറ്റ് പാലുമായിട്ട് വരികയാണ്. അപ്പൊ നമ്മൾ പറയാണ്, ഈ പാലൊന്ന് ഫ്രിഡ്ജിൽ വെക്കുമോ, ഈ പാലൊന്ന് ഫ്രിഡ്ജിൽ വെക്കുമോ എന്ന് നമുക്ക് ചോദിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിന് എന്തോ കംപ്ലൈന്റ് ആണ്, നമ്മൾ വേറെ വീട്ടിലേക്ക് പാല് കൊണ്ടുപോകുകയാണ്, എന്നിട്ട് നമ്മൾ അവരോട് ചോദിക്കുകയാണ് ഈ പാലൊന്ന് ഫ്രിഡ്ജിൽ വെക്കുമോ. ഇതെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഈ പാല് ഫ്രിഡ്ജിൽ വെക്കുമോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
വീണ്ടും കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.